സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ലോഗോസ് ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21, 22 അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങൾ. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വചനഭാഗത്തിലേക്ക് പോകാം. അധ്യായം 21. ചോദ്യം 1. ആര് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നതാണ് ഈശോ കണ്ടത്? ധനികർ. 21:1. ചോദ്യം 2. ദരിദ്രയായ വിധവ എന്താണ് നേർച്ചയിട്ടത്? 2 ചെമ്പുതൊട്ടുകൾ. 3. ആരാണ് കൂടുതൽ നിക്ഷേപിച്ചതെന്ന് ഈശോ പറഞ്ഞത്? ദരിദ്രയായ വിധവ. 4. ധനികർ നിക്ഷേപിച്ചത് താങ്കളുടെ എന്തിൽ നിന്നുള്ള സംഭാവന എന്നാണ് ഈശോ പറഞ്ഞത്? സമൃദ്ധിയിൽ നിന്നും. വാക്യം 21:1. 5. ദരിദ്രയായ വിധവ നിക്ഷേപിച്ചത് എന്താണെന്നാണ് ഈശോ പറഞ്ഞത്? ഉപജീവനത്തിനുള്ള വക. ചോദ്യം 6. ആരാണ് ഈശോയോട് ദേവാലയത്തെപ്പറ്റി പറഞ്ഞത്? ചില ആളുകൾ. വാക്യം 21:5. 7. നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. ഈശോ എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: ജെറുസലേം ദേവാലയത്തെക്കുറിച്ച്. വാക്യം 21:6. ചോദ്യം 8. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ എന്ത് ചെയ്യുവിനെന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: സൂക്ഷിച്ചുകൊള്ളുവിൻ. വാക്യം 21:8. ചോദ്യം 9. പലരും അവൻ ഞാനാണെന്നും സമയമടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. ഈശോ പറഞ്ഞ ഈ വചനം രേഖപ്പെടുത്തിയ സുവിശേഷ ഭാഗം ഏത്? ഉത്തരം: വിശുദ്ധ ലൂക്ക 21:8. ചോദ്യം 10. അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സുനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിക്കുകയും നിങ്ങൾക്കത് എന്തിനുള്ള സമയമാണ്? സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരം. വാക്യം 21:13. ചോദ്യം 11. നിങ്ങളുടെ എതിരാളികൾക്ക് എതിർത്ത് നിൽക്കാനോ ചെറുത്തു നിൽക്കാനോ കഴിയാത്ത എന്ത് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണ് ഈശോ പറഞ്ഞത്? വാക്ചാതുരിയും ജ്ഞാനവും. 12. യെരുശലേമിൻ്റെ പതനത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കാണ് ദുരിതമെന്ന് യേശു പറഞ്ഞത്? ഉത്തരം: ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും. വാക്യം 21:33. ചോദ്യം 13. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾക്ക് എന്ത് സംഭവിക്കും? അസ്തപ്രജ്ഞരാകും. ചോദ്യം 14. ആര് സർവശക്തിയോടും വലിയ മഹത്വത്തോടും കൂടി മേഘങ്ങളിൽ വരുമെന്നാണ് ഈശോ പറഞ്ഞത്? മനുഷ്യപുത്രൻ. വാക്യം 21:27. ചോദ്യം 15. വേനൽക്കാലം അടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉത്തരം: അത്തിമരവും സകല മരങ്ങളും തളിർക്കുന്നു. വാക്യം 21:30. ചോദ്യം 16. ആകാശശക്തികൾ കടന്നു പോകും, എന്നാൽ മാറ്റം വരാത്തത് എന്താണെന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: എൻ്റെ വാക്കുകൾ കടന്നു പോകില്ല. വാക്യം 21:1. ചോദ്യം 17. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട എന്ത് ലഭിക്കാൻ ആണ് ഈശോ പറഞ്ഞത്? സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ചോദ്യം 18. എല്ലാ ദിവസവും ഈശോ എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ദേവാലയത്തിൽ. വാക്യം 21:37. ചോദ്യം 19. രാത്രിയിൽ ഈശോ പട്ടണത്തിന് പുറത്തു പോയി എവിടെയാണ് വിശ്രമിച്ചത്? ഉത്തരം: ഒലിവുമലയിൽ. വാക്യം 21:31. ചോദ്യം 21. സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. എന്തെല്ലാം കടന്നു പോയാലുമാണ് വചനം കടന്നു പോകാത്തത്? ആകാശവും ഭൂമിയും കടന്നു പോയാലും വചനം കടന്നു പോകുകയില്ല. അധ്യായം 22. ചോദ്യം 23. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസത്തെ എന്താണ് പറയുന്നത്? പെസഹ, പാസ്ഓവർ. 24. സാത്താൻ ആരിലാണ് പ്രവേശിച്ചത്? യൂദാസിൽ. 27. ഈശോയുടെ ശിഷ്യന്മാരിൽ ആരാണ് യഹൂദൻ? യൂദാസ്. യൂദാസിൻ്റെ ജന്മദേശം യഹൂദിയ. യൂദായുടെ അർത്ഥം സെൽഫിഷ്, സ്വാർത്ഥൻ. ഈശോയുടെ മറ്റു ശിഷ്യന്മാരെല്ലാം എവിടെയുള്ളവരാണ്? ഗലീലിയൻസ്. പെസഹ എന്തിൻ്റെ ഓർമ്മയാണ്? ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചതിൻ്റെ.
പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആഘോഷം എന്തിനെ സൂചിപ്പിക്കുന്നു? വിളവെടുപ്പിനെ. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കണമെന്ന് ആർക്കാണ് വാക്ക് കൊടുത്തത്? പുരോഹിത പ്രമുഖന്മാർക്കും സൈന്യാധിപന്മാർക്കും. 31. യേശു ആരെയാണ് പെസഹ ഭക്ഷണം ഒരുക്കുന്നതിന് അയച്ചത്? പത്രോസ് യോഹന്നാനും. വാക്യം 22:8. ആരെ പിന്തുടർന്ന് ചെല്ലണമെന്നാണ് ഈശോ പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരുവനെ. വാക്യം 22:9. ചോദ്യം 33. വീട്ടുടമസ്ഥനോട് എന്ത് ചോദിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്? പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെ? 34. വീട്ടുടമസ്ഥൻ എന്ത് കാണിച്ചു തരുമെന്നാണ് പറഞ്ഞത്? സജ്ജീകൃതമായ വലിയ മാളികമുറി. 22:12. ചോദ്യം 35. സമയമായപ്പോൾ ഭക്ഷണത്തിനിരുന്ന അപ്പസ്തോലന്മാരോട് ഈശോ എന്താണ് പറഞ്ഞത്? പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. വാക്യം 22:15. ചോദ്യം 36. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാക്കുന്നതുവരെ ഞാനിത് ഭക്ഷിക്കുകയില്ല. ഈശോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത്? കുഞ്ഞാടിൻ്റെ വിഭാഗം. വെളിപാട് 19:19. ചോദ്യം 37. മഹാപുരോഹിതന്മാരും ശാസ്ത്രികളും ആരെയാണ് ഭയപ്പെടാതിരുന്നത്? ജനങ്ങളെ. ചോദ്യം 38. ചോദ്യം 38. മഹാപുരോഹിതന്മാരും വേദശാസ്ത്രികളും ആരെയാണ് ഭയപ്പെടാതിരുന്നത്? ദൈവത്തെ. ചോദ്യം 39. ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അധ്യായവും വാക്യവും പറയുക. വിശുദ്ധ ലൂക്കാ 22:19. ചോദ്യം 40. തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവനെക്കുറിച്ച് ഈശോ എന്താണ് പറഞ്ഞത്? ആർ ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. വാക്യം 22:22. ചോദ്യം 41. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഈശോ ശിഷ്യന്മാരോട്. വാക്യം 22:26. ചോദ്യം 42. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനത്തിലിരുന്ന് എന്ത് ചെയ്യുന്നതിനും വേണ്ടിയാണ് നിങ്ങൾക്ക് രാജ്യം നൽകുന്നതെന്നാണ് ഈശോ പറഞ്ഞത്? ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിക്കേണ്ടതിന്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല പ്രാവശ്യം 12 എന്ന സംഖ്യ നമുക്ക് കാണാൻ കഴിയും. അതായത് യാക്കോബിൻ്റെ 12 മക്കൾ, 12 ഗോത്രങ്ങൾ, 12 ന്യായാധിപന്മാർ, 12-ാം വയസ്സിൽ ഈശോയെ കാണാതാവുന്നു, 12 ശിഷ്യന്മാർ, 12 കൂട്ട അപ്പം, 12 സിംഹാസനങ്ങൾ, 12 സ്വർഗീയ സൈന്യയുഗം. ഇനിയും 12 എന്ന സംഖ്യ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. 43. ആരെയാണ് സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദമിച്ചുവെന്ന് പറയുന്നത്? ശിമയോനെ. വാക്യം 22:31. 47. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഈശോ ആരോടാണ് പറഞ്ഞത്? പത്രോസിനോട്. വാക്യം 22:32. 45. കർത്താവേ, നിന്നോടുകൂടെ കാരാഗൃഹത്തിൽ പോകാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. ആരാണ് ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞത്? ശിമയോൻ പത്രോസ്. വാക്യം 22:33. ചോദ്യം 46. അവൻ അല്ലെങ്കിൽ ഈശോ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയയില്ല ഇന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂകുകയില്ല. അധ്യായവും വാക്യവും പറയുക. വിശുദ്ധ ലൂക്കാ 22:34. ചോദ്യം 47. അവൻ നിയമലംഘകരോടുകൂടി എണ്ണപ്പെടുകയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, എന്നിൽ നിവൃത്തിയാകേണ്ടതാണ് എന്ന് ഏത് പ്രവാചക ഗ്രന്ഥത്തിലാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്? യെശയ്യാ 53:12. ചോദ്യം 48. ഈശോ പതിവ് പോലെ എവിടേക്കാണ് പോയത്? ഒലിവുമലയിലേക്ക്. 22:39. ചോദ്യം 49. ഒലിവുമലയിലേക്ക് തന്നെ പിന്തുടർന്ന ശിഷ്യന്മാരോട് ഈശോ എന്താണ് പറഞ്ഞത്? നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. വാക്യം 22:40. ഈശോ ശിഷ്യന്മാരിൽ നിന്നും എത്ര ദൂരം മാറിയാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം: 1 കല്ലേറ് ദൂരം. വാക്യം
22:41. ചോദ്യം 51. ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഈശോ ആരെയോടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്? ആരെ വിളിച്ചാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്? പിതാവിനെ. വാക്യം 22:42. ചോദ്യം 52. ഈശോയെ ശക്തിപ്പെടുത്താൻ ആരാണ് പ്രത്യക്ഷപ്പെട്ടത്? സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ. 22:43. ഈശോ തീവ്രവേദനയിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വിയർപ്പ് രക്തത്തുള്ളി പോലെ നിലത്തു വീണു. വാക്യം 22:49. ചോദ്യം 54. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്നാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. ചോദ്യം 55. യൂദാസേ, നീ ചുംബനം കൊണ്ടാണോ ആരെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് ഈശോ ചോദിച്ചത്? മനുഷ്യപുത്രനെ. വാക്യം 22:48. ചോദ്യം 56. ആരാണ് പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ വലത് ചെവി ഛേദിച്ചു കളഞ്ഞത്? അവരിലൊരുവൻ. വാക്യം 22:50. ചോദ്യം 52. ഈശോ ദേവാലയത്തിൽ സേനാധിപന്മാരോടും ജനപ്രതിനിധികളോടും എന്താണ് പറഞ്ഞത്? ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യം. 22:51. ചോദ്യം 58. പടയാളികൾ ഈശോയെ എവിടെയാണ് കൊണ്ടുപോയത്? പടയാളികൾ ഈശോയെ എവിടെയാണ് കൊണ്ടുപോയത്? പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക്. വാക്യം 22:54. ചോദ്യം 59. ആരാണ് അകലെയായി ഈശോയെ അനുഗമിച്ചത്? പത്രോസ്. 60. പത്രോസ് എപ്പോഴാണ് യേശുവിനെ ആദ്യം നിഷേധിച്ചത്? തീക്കരികെ ഇരിക്കുമ്പോൾ. വാക്യം ചോദ്യം 61. പത്രോസിനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? പരിചാരിക. 62. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പത്രോസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? കോഴി കൂവി. 63. ഈശോ പത്രോസിനെ നേരെ നോക്കിയപ്പോൾ ഏത് തിരുവചനമാണ് പത്രോസ് ഓർമ്മിച്ചത്? ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിക്കും. വാക്യം 22:61. ചോദ്യം 64. ആരാണ് യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് അടിച്ചതാരാണെന്ന് പ്രവചിക്കാൻ പറഞ്ഞത്? കാവൽക്കാർ. വാക്യം 22:63. ചോദ്യം 65. യേശുവിനെ എപ്പോഴാണ് ന്യായാധിപ സംഘത്തിന് മുൻപിൽ കൊണ്ടുവന്നത്? പ്രഭാതമായപ്പോൾ. 66. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞന്മാരും ജനപ്രമാണികളോടും സംഘത്തോടും ചേർന്ന് എന്താണ് യേശുവിനോട് ചോദിച്ചത്? നീ ക്രിസ്തുവാണോ? 67. ഈശോ എന്താണ് ജനപ്രമാണികളോട് പറഞ്ഞത്? ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കും. വാക്യം 22:63. ചോദ്യം 72. ജനപ്രമാണികൾ എല്ലാവരും കൂടെ എന്താണ് യേശുവിനോട് ചോദിച്ചത്? ജനപ്രമാണികൾ എല്ലാവരും കൂടെ എന്താണ് യേശുവിനോട് ചോദിച്ചത്? നീ ദൈവപുത്രനാണോ? 73. ദൈവപുത്രനാണോ എന്ന ജനപ്രമാണികളുടെ സംഘത്തിൻ്റെ ചോദ്യത്തിന് ഈശോ എന്താണ് മറുപടി പറഞ്ഞത്? നിങ്ങൾ തന്നെ പറയുന്നുവല്ലോ ഞാൻ ആരാണെന്ന്. 74. യേശുവിൻ്റെ മറുപടി കേട്ട് ജനപ്രമാണികളുടെ സംഘം എന്ത് പറഞ്ഞു? ഇനി നമുക്ക് സാക്ഷ്യം എന്തിനും? 75. അവൻ്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ടുകഴിഞ്ഞു. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ ശക്തിയോടും വലതുഭാഗത്തും ഇരിക്കും. ഏത് പഴയ നിയമ ഗ്രന്ഥത്തിലാണ് ഉത്തരയെണ്ണയാണ് ഇപ്പോൾ പൂർത്തിയായത്? സങ്കീർത്തനം 110:1. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി.